മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കാനായിട്ട് പോകുന്നത് അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജനറലിസമാണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓൾ റൈറ്റ്, നമുക്ക് നോക്കാം എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത്. ഓക്കെ, what changes are coming towards you and your relationship. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ചേഞ്ചസ് കമ്മിങ് ടുവേർഡ്സ് യുവർ ലവ് ലൈഫ്. ഓക്കെ ഓക്കെ തീർച്ചയായിട്ടും എന്തോ ഒരു ചെറിയ മാറ്റം അല്ലെങ്കിൽ ആ മാറ്റത്തിൻ്റെ ഒരു തുടക്കം ഇവിടെ കാണുന്നുണ്ട്. കാരണം ഇത്രയും നാളും ചിലപ്പോൾ ഈ പേഴ്സൺ നിങ്ങളിൽ നിന്നും ഒരു ഡിസ്റ്റൻസിലായിരുന്നിരിക്കാം. മേ ബി ഇത് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. അതുപോലെ നിങ്ങളെ ഒരുപാട് നാളായിട്ട് നേരിട്ട് കാണാനായിട്ട് കഴിയാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നിരിക്കാം. അപ്പോഴെല്ലാം ഈ പേഴ്സൺ ആഗ്രഹിച്ചു കൊണ്ടേയിരുന്നു നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന്. പക്ഷേ ഈ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് അവർ എല്ലാം മനസ്സിലാക്കി എല്ലാ കാര്യങ്ങളും സോൾവ് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു, അതിനുള്ളൊരു ഡിസിഷൻ എടുത്തിരിക്കുന്നു എന്നുള്ളത് കാണാൻ കഴിയുന്നുണ്ട്. ആൻഡ് യെസ്, അവർ അങ്ങനെ ഒരു തിരിച്ചു വരവുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ളൊരു കുടുംബജീവിതം ആഗ്രഹിച്ചുകൊണ്ടാണ്. നിങ്ങളെ മാരേജ് ചെയ്ത് അതിൽ സന്തോഷമായിട്ടുള്ളൊരു ഫാമിലി ലൈഫ് ലീഡ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കാം. അവരുടെ ജീവിതത്തിൽ അവരിപ്പോൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമായിരിക്കാം. ആ ഒരു സമയത്ത് അവർ മനസ്സിലാക്കുന്നത് നിങ്ങളായിരുന്നു അവരുടെ ലോകം, അവരുടെ ജീവിതം. ഇത്രയും മനോഹരമാക്കിയൊരു വ്യക്തി നിങ്ങളാണ്. നിങ്ങൾ അവരുടെ ലൈഫിൽ എൻ്റർ ചെയ്തത് മുതൽ അവരുടെ ലൈഫിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് യെസ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ കഴിയുന്നതും ക്ഷമയോടുകൂടി അനുകൂലമായിട്ടുള്ള ആ ഒരു ടൈമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് എൻ്റർ ചെയ്യുന്ന ഒരു സമയമാണ്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത കാര്യങ്ങൾ സക്സസ് ആവുന്ന ഒരു സമയമാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾ എന്ത് കാര്യം മാനിഫെസ്റ്റ് ചെയ്താലും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള എനർജീസ് വരുന്ന സമയമാണ്. ആൻഡ് ന്യൂ ബിഗിനിങ്. ഓക്കെ, ഈ ഒരു കാർഡ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഫസ്റ്റ് എന്നുള്ളൊരു നമ്പറാണ്. അതായത് എന്ത് കാര്യവും പുതുതായിട്ട് തുടങ്ങുന്ന ഒരു സമയം നിങ്ങളിലേക്ക് വരുന്നു. അതായത് ഇത്രയും നാളുണ്ടായിരുന്ന ഒരു സിറ്റുവേഷനിൽ ഒരു ചേഞ്ചാണ് ഇതിൽ കാണിക്കുന്നത്. അത് ചിലപ്പോൾ ഒരു പുതിയ തുടക്കം അല്ലെങ്കിൽ ഒരു ന്യൂ ബർത്ത് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ എന്തോ ഒരു പുതിയ ജേണി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ലൈഫിൽ. ചിലപ്പോൾ നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം, ചിലപ്പോൾ ഒരു പുതിയ റിലേഷൻഷിപ്പിൽ എൻ്റർ ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ കടന്നു പോയ റിലേഷൻഷിപ്പ് റീയൂണിയൻ പോലുള്ള കാര്യങ്ങൾ അതിൽ സംഭവിക്കുന്നതായിരിക്കാം. എന്ത് തന്നെയായിരുന്നാലും ഒരു സന്തോഷകരമായിട്ടുള്ളൊരു വാർത്ത നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കേൾക്കാനായി പോകുന്നുണ്ട്. ഓക്കെ, ആൻഡ് യെസ്, തീർച്ചയായിട്ടും അത് റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം തന്നെയാണെന്ന് നമുക്കിവിടെ അനുമാനിക്കാം. അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കായിട്ടുള്ള ആ പ്രണയവുമായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് വന്നിരിക്കുന്നത് യെസ് ഡോട്ട് ടു റൊമാൻസ്. തീർച്ചയായിട്ടും ഇവിടെ ഒരു റിലേഷൻഷിപ്പ് ുള്ള നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറുന്നു എന്നുള്ളത് തന്നെയാണ് വീണ്ടും നമുക്ക് വന്നിരിക്കുന്നത്. ആ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറുന്നുണ്ട്. അത്രയും നാൾ നിങ്ങൾ വേദനാജനകമായിട്ട് രണ്ടു പേർക്കും ഒരുപോലെ പെയിൻ തന്നിട്ടുണ്ട് ഈ ഒരു സെപ്പറേഷൻ എന്നുണ്ടെങ്കിൽ മറ്റൊരു പാത്തിലൂടെ ഡയറക്റ്റായിട്ടായിരിക്കില്ല, ചിലപ്പോൾ നിങ്ങളെ നേരിട്ട് കാണാൻ ആ വ്യക്തിക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിലും അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുമെന്നുള്ളത് നമുക്കിവിടെ ഉറപ്പിച്ച് പറയാൻ പറ്റുന്നുണ്ട്. ആൻഡ് അത്രയും ഒരു കെയർ ആ വ്യക്തിക്ക് നിങ്ങളോടുണ്ട്. നിങ്ങളറിയാതെ തന്നെ ഒരു സീക്രട്ടായിട്ട് തന്നെ നിങ്ങളെ പ്രണയിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രണയം നിങ്ങളുടെ മുന്നിൽ എക്സ്പ്രസ് ചെയ്യണമെന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് അതിനായിട്ട് തന്നെ നിങ്ങൾ സ്പിരിച്വൽ വേയിലൂടെ പോകാനായിട്ട് പറയുന്നുണ്ട്.
സ്പിരിച്വലി അവേക്കൻഡ് ആവുന്നുണ്ട്. യെസ്, തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള അറ്റാച്ച്മെൻറ്റിനെ ഇവിടെ കാണിക്കുന്നുണ്ട്. അവർ അത്രയും ഡീപ്പായിട്ടുള്ളൊരു കണക്ഷനാണ് അവർക്ക് നിങ്ങളോടുള്ളത്. അവർ ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ അത് കൂടുതലായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അവർ എപ്പോഴും പല കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഇൻട്രോവേർട്ട് ആയിട്ടുള്ളൊരു വ്യക്തി ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. അവരുടെ വിഷമങ്ങൾ, അവരുടെ സന്തോഷങ്ങൾ ഒന്നും അവരധികം ആരോട് ഷെയർ ചെയ്യാത്തൊരു വ്യക്തിയാണ്. പക്ഷേ ഈ ഒരു സമയത്താണ് അവർ ഇമോഷണലി നിങ്ങളോട് ഇത്രയും അറ്റാച്ച്ഡ് ആണെന്ന് മനസ്സിലാക്കുന്നത്. ഓക്കെ, യെസ്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് നെഗറ്റീവ് എനർജീസ് അല്ലെങ്കിൽ ഒബ്സ്റ്റക്കിൾസ് ഒക്കെയും ഈ റിലേഷൻഷിപ്പിലുണ്ട്. മെയിൻലി നിങ്ങളുടെ പേഴ്സണ് ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ആരെങ്കിലും ഈ വ്യക്തിയെ ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം. ചിലപ്പോൾ ഫിനാൻഷ്യൽ കാര്യങ്ങളിലായിരിക്കാം. അതുപോലെ ചില നെഗറ്റിവിറ്റീസ് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ട്, ഈ വ്യക്തിക്ക് അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ അതെല്ലാം നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ തന്നെ സോൾവ് ചെയ്യാൻ ഉള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ ആ ഒരു ദൈവാധീനം ഇവിടെ കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു എനർജി, പോസിറ്റിവിറ്റി ആ വ്യക്തിക്കും അനുകൂലമായിട്ട് തന്നെയുള്ള കാര്യങ്ങൾ അവരുടെ ലൈഫിൽ സംഭവിക്കാൻ ഇടയാകുന്നുണ്ട്. സോ അത്തരം നെഗറ്റീവ് എനർജിയിൽ നിന്നും ആ വ്യക്തി നിങ്ങളുടെ ഒരു സ്വാധീനം കൊണ്ട് തന്നെ രക്ഷപ്പെട്ടു വരുന്നതായിട്ടാണ് കാണുന്നത്. ആൻഡ് യെസ്, അവർ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. എന്തൊക്കെയോ ചില കാര്യങ്ങൾ ഇനിയും നിങ്ങളോട് വെളിപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കേണ്ട. ആ ഒരു സമയത്തും ആ ഒരു ലവ് എനർജി അത്രയും വലിപ്പത്തിൽ തന്നെ, അല്ലെങ്കിൽ അത്രയും ആ ഒരു എനർജി വൈബ്രേഷനിൽ തന്നെ തുടരുന്നുണ്ട് ആ വ്യക്തി. ആൻഡ് യെസ്, ഒരുപാട് തരത്തിലുള്ള നെഗറ്റിവിറ്റീസ് എന്ന് പറഞ്ഞതിൽ മെയിൻലി അത് കാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നവരുണ്ട്. അതുപോലെ ഫാമിലി മെമ്പേഴ്സിൽ ആർക്കൊക്കെയോ എതിർപ്പുകളുണ്ട് ഈ റിലേഷൻഷിപ്പിലെന്നും കാണുന്നുണ്ട്. അവർ അതുകൊണ്ട് തന്നെയാണ് ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ, ഒരു ആക്ഷൻ എടുക്കാനൊക്കെ അവർക്ക് ഒരു മടിയായിട്ട് നിൽക്കുന്നത്. അതായത് ചില നെഗറ്റീവ് എനർജീസ് എന്ന് പറയുന്നത് അവരുടെ ഫാമിലിയിലുള്ള ചില വ്യക്തികൾ തന്നെ ആയിരിക്കാം. അവർ ശക്തമായിട്ട് ഒപ്പോസ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും അവർ ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും വളരെ ശക്തമായിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരുമെന്നും കാണുന്നുണ്ട്. ആൻഡ് ഈ വ്യക്തിക്ക് ഇപ്പോൾ ഒരു റിയലൈസേഷൻ ഉണ്ടായത്, ചിലപ്പോൾ അവർ നിങ്ങളുമായിട്ട് അടുത്തുണ്ടായിരുന്ന സമയത്തൊന്നും തന്നെ അവർക്ക് എന്താണ് ശരി തെറ്റ് എന്നൊന്നും തിരിച്ചറിയാൻ പോലും കഴിയാത്ത രീതിയിൽ നിങ്ങളെപ്പോഴും കൂടെ ഉണ്ടാകുമെന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പേരിൽ നിങ്ങളെ അവഗണിച്ചിട്ടുണ്ട്. ശരിക്കും ഇപ്പോൾ ആണ് അവരുടെ ലൈഫിൽ ഒരു ശൂന്യത അവർക്ക് ഫീൽ ആയിട്ടുള്ളത്. അതുപോലെ അവർ ആ ഒരു സന്തോഷകരമായിട്ടുള്ള ലൈഫ് തിരിച്ചു പിടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ലൈഫിൽ ഇപ്പോൾ പല കാര്യങ്ങൾക്കും ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. അവർ പല കാര്യങ്ങളോടും അവർ ഭയപ്പെടുന്നുണ്ട്. കാരണം അവർക്ക് അവരുടെ ലൈഫിന് ഒരു സന്തോഷം ഉണ്ടായത് നിങ്ങളുമായിട്ടുണ്ടായിരുന്ന സമയങ്ങളിലായിരുന്നു. അതുകൊണ്ട് ശരിക്കും വാല്യൂ എന്താണ് നിങ്ങളുടെ എന്നൊക്കെ അവർ റിയലൈസ് ചെയ്യുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ആ ഒരു ഡോർ നിങ്ങൾക്കായിട്ട് ഓപ്പൺ ആവുന്നുണ്ട്. അതായത് നമുക്ക് 2 കാർഡ്സ് കിട്ടിയത് പോസിറ്റീവ് എനർജിയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ റീയൂണിയൻ എനർജീസാണ് കൂടുതലായിട്ടുള്ളത്. ഓക്കെ, തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് കാണിക്കുന്നുണ്ട്. ആൻഡ് യെസ്, അവരുടെ മനസ്സിൽ നിറയെ നിങ്ങളെക്കുറിച്ചുള്ള പോസിറ്റീവായിട്ടുള്ള ചിന്തകളാണെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ആ ഒരു ക്ലാരിഫിക്കേഷൻ, ഒരു കൺഫർമേഷൻ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത്. എന്തോ ചില പ്രശ്നങ്ങൾ അവരുടെ ലൈഫിൽ ഓൾറെഡി ഇപ്പോൾ അവർ ഫേസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അത് ചില വ്യക്തികളുടെ തന്നെ ഒപ്പോസിഷൻസ് ആയിരിക്കാം. അതുപോലെ ഫസ്റ്റ് ചക്രയിൽ വന്നിട്ടുള്ള അർക്കേഞ്ചൽ മിഖായലാണ് വന്നിട്ടുള്ളത്. അർക്കേഞ്ചൽ മിഖായൽ എന്ന് പറയുന്നത് ഒരു ഏഞ്ചലാണ്. ആ ഒരു ഏഞ്ചൽ പ്രണയത്തിൻ്റെ ഊർജ്ജത്തിനെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു എനർജി നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരാനാണ് സാധ്യതയുള്ളത്. ആൻഡ് യെസ്, ഫൈനലി അവരെക്കാളേറെ ചിന്താധീനരായിട്ടിരിക്കുന്നത് നിങ്ങളാണ്. ഒരു മസ്കുലിൻ ഫെമിനിൻ എനർജി രണ്ടും ആ ഒരു വുമൺ തിങ്കിങ് മാൻ എന്ന് നമുക്ക് വന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമോ എന്നറിയില്ല. നിങ്ങളിപ്പോൾ കൂടുതലായിട്ട് ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ എനർജീസാണത്. അവർ കൂടുതലായിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ഓക്കെ, അങ്ങനെയുള്ള ഫീലിങ്സ് നിങ്ങൾക്ക് ഇപ്പോൾ കൂടുതലായിട്ട് ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് കൂടുതലായിട്ട് ഫീൽ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുന്നത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ.
അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസണേറ്റ് ആവുന്നില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.